ഹായ് ഗായ്സ്, എമിലൂസിനെ പഠിപ്പിക്കാൻ ഇരുത്താണ്. ഓന് തലശ്ശേരിയിലൊക്കെ വന്ന് നേഴ്സറിയിൽ പോയിട്ട് കുറച്ച് ദിവസമായല്ലോ. അപ്പോൾ ഓന് പഠിച്ചതൊക്കെ ഓന് മറന്നിക്കണം ഇപ്പോൾ. അപ്പോൾ ഒന്ന് വെറുതെ ഒന്നും ഇങ്ങനെ പഠിപ്പിച്ചാൽ വെച്ചിട്ടാണ്. ഓന് നേഴ്സറിയാണ്, അങ്ങനെയല്ല. ഓൻ പഠിച്ചത് മറക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചാണ്. ഓൻ എഴുതുന്ന കണ്ടിക്കോ തറാന്ന്. ഫസ്റ്റ് ഞാൻ ആന്ന് എഴുതി കൊടുത്തു. ഓനക്ക് അങ്ങനെ കിട്ടണില്ല. അത് പഠിച്ചു തുടങ്ങണുള്ളൂ. തറ പിന്നെയും കുഴപ്പമില്ലാതെ എഴുതും. ഓനെ എന്ത് ചെയ്താലും ഞാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എന്ത് ചെറുത് ചെയ്താലും ഞാൻ ഇത് പ്രോത്സാഹിപ്പിക്കും ഓനെ. പിന്നെ അത് അവിടെ കഴിഞ്ഞു. രാവിലത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഉച്ചക്ക് മീൻ കറി ഉണ്ടാക്കാണ്. നല്ല മത്തി കൊടുത്തിട്ടുണ്ട്. എന്നാലും അനിയൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അത് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ തേങ്ങ കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് തെങ്ങില്ല ഗൈസ്. തേങ്ങ കടയിൽ നിന്ന് വാങ്ങാൻ മറന്നു വയ്ക്കണം. അപ്പോൾ അത് കറി അങ്ങ് വെച്ചു. ഞാൻ സവോളയും തക്കാളിയൊക്കെ ഇട്ട് നല്ലോണം വാട്ടി. ഞാൻ കുറച്ച് വെള്ളക്കറി ഉണ്ടാക്കാൻ. ഇവിടെ ഉമ്മ ഉണ്ടാക്കാൻ പറ്റിച്ച പോലെയാണ്. എനിക്ക് കുറച്ച് വെള്ളക്കറിയാണ്. ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും കുറച്ച് വെള്ളം കൂടും കറിയിൽ. പിന്നെ ഇത്തിരി പുളിയും കൂടും. എന്നാൽ ഇത്തിരി കൂടുള്ളൂ, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. എൻ്റെ മക്കൾക്ക് ഇഷ്ടം. ഒരു പിന്നെ തിന്നാതിരിക്കാൻ പറ്റില്ലല്ലോ, വേറെ കറിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല മുളക് കറിയൊക്കെ സെറ്റാക്കി. അപ്പോഴത്തേനും ഉമ്മാമാനെ രാവിലെ തന്നെ വിളിച്ചിട്ട് ഒരു മീൻ പൊരിക്കാനുള്ളൊരു റെസിപ്പി ചോദിച്ചിട്ട്, എന്താ പുളിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടുള്ളൊരു മീൻ പൊരിച്ചത്. നല്ല ടേസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. മുളക് പൊടി ഇല്ല, പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഉണ്ട്, മുളക് പൊടി, പിന്നെ പുളി, കാന്താരിയൊക്കെ ഇട്ടിട്ടാണ്. കാന്താരിയൊക്കെ കൂടി അരച്ചതാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ആ ടൈമിൽ മീൻ മുറിച്ചായിരുന്നു. അത് അരക്കുന്ന ടൈമും നല്ല അമ്മിമ്മലൊക്കെ ഇട്ട് അരച്ചൊരു ഇതാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഇന്ന് ചോറുന്നു. വീഡിയോ ഇത്രേ ഉള്ളൂ.